നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റ് അരങ്ങും പൊരുളും അതിൽ വരുന്ന ചിത്രകാരി എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. അതിൽ പ്രവേശകമായി കൊടുത്തിരിക്കുന്ന ചിത്രത്തിനോടൊപ്പം വിശ്വമഹാകവിയായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള വരികളാണ്. കല ആനന്ദമാണ്, ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ്. എന്താണ് വരികളിലൂടെ സൂചിപ്പിക്കുന്നത്? കല മനുഷ്യനിൽ ആഹ്ലാദം നിറയ്ക്കുന്നു, ആനന്ദം നിറയ്ക്കുന്നു എന്നുള്ളതാണ്. ഈ കല എന്ന് മുതൽക്കാണ് ഉണ്ടായത്? ആദിമകാലം മുതൽക്ക് തന്നെ കല മനുഷ്യനിൽ ഉൾച്ചേർന്നിരുന്നു. ആഹ്ലാദം ജനിപ്പിക്കുന്നതിനും വിവേചനരഹിതമായ ജീവിതം നയിക്കുന്നതിനും കല പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നുണ്ട്. കാലദേശങ്ങൾക്കതീതമായി മനുഷ്യരെ ഒന്നിപ്പിക്കുവാനും കലയ്ക്ക് കഴിവുണ്ട്. നമ്മൾ വ്യത്യസ്തമായ രാജ്യങ്ങളിലെ, നാടുകളിലെ വ്യത്യസ്തമായ കലാരൂപങ്ങൾ നമ്മൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നില്ലേ? നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ജനിക്കാറുണ്ട്. ഏത് വിഷയത്തിൽ? കലാസ്വാദന വിഷയത്തിൽ. ആ സൗന്ദര്യ അനുഭൂതി ഉൾക്കൊള്ളുന്ന ആ നിമിഷത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ബോധം അല്ലെങ്കിൽ ഒരു ആഹ്ലാദം നമുക്ക് പകർന്നു തരുന്നുണ്ട്. അതുമാത്രമല്ല, വൈവിധ്യമാർന്ന രൂപത്തിലും ഭാവത്തിലും മനുഷ്യനിൽ അത് പ്രകടമാകുന്നു. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ നൃത്തം, പാട്ട്, വാദ്യ ഉപകരണ സംഗീതം എന്ന് വേണ്ട നമ്മുടെ നാടിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള, നമ്മുടെ ദേശത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങളെയാണ് അതിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. കല നമുക്ക് എന്തെല്ലാമാണ് തരുന്നത്? കാലദേശങ്ങൾക്കതീതമായി മനുഷ്യഹൃദയങ്ങളെ കല ഒന്നിപ്പിക്കുന്നുണ്ട്. അതിർവരമ്പുകൾ ഇല്ലാതാക്കി മനുഷ്യരെ കല ഒന്നിപ്പിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ഈ കലാസ്വാദനത്തിലൂടെ ആഹ്ലാദാനുഭൂതി നിറച്ച് ജീവിതം പ്രകാശമാനമാക്കുന്നു. അതുതന്നെയാണ് ടാഗോർ പറഞ്ഞിട്ടുള്ളത്. കല ആനന്ദമാണ്, ആ ആനന്ദം പ്രകാശം പോലെ സർവ്വവ്യാപിയുമാണ്. ആ ആനന്ദമാകുന്ന ആ പ്രകാശത്തെ തടുത്തു നിർത്താൻ ആർക്കും സാധ്യമല്ല. ആ പ്രകാശത്തിൽ നമ്മൾ ഓരോരുത്തരും മിന്നിത്തിളങ്ങുകയാണ്. മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ എഴുത്തുകാരിൽ ഒരാളാണ് ഷാഹിന ഇ.കെ. ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് അവർ ജനിച്ചത്. സാധാരണക്കാരായ ആളുകളെയും അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന കഥാകാരിയാണ്. എഴുത്തുകാരിയുടെ എഴുത്ത് രീതി വളരെ മൂർച്ചയുള്ളതും ശക്തവുമാണ്. വിവർത്തനം, നോവൽ, സാഹിത്യം, കവിത തുടങ്ങിയ മേഖലകളിൽ മികച്ച സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, കവിതാ സമാഹാരം, നോവൽ, കുട്ടികൾക്കുള്ള നോവൽ തുടങ്ങിയവയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുതുമഴ ചൂരുള്ള ചുംബനങ്ങൾ എന്ന പുസ്തകത്തിന് 2015 ഇടശ്ശേരി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഷാഹിന ഇ.കെയുടെ അനന്തപത്മനാഭൻ്റെ മരക്കുതിരകൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ചിത്രകാരി എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ചിത്രകാരി എന്ന കഥയിലൂടെ ഫിസ എന്ന പെൺകുട്ടിയുടെ മനോവേദനകളാണ് അവതരിപ്പിക്കുന്നത്. തൻ്റെ സർഗാത്മകതയെ പരിപോഷിപ്പിക്കാൻ ആരുമില്ല എന്നത് മാത്രമല്ല, സ്ത്രീ സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയേണ്ടവരാണ് എന്ന യാഥാസ്ഥിതിക ചിന്തകൾക്കെതിരെയുള്ള പ്രതിഷേധവും വിവേചനവും ഈ കഥാപാത്രം മുന്നോട്ട് വയ്ക്കുന്നു. അവളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ തൻ്റെ ഇഷ്ടങ്ങളും കഴിവുകളും അംഗീകരിക്കപ്പെടാത്തതിൻ്റെ വേദന തീവ്രമായിട്ടുണ്ട്. നിറക്കൂട്ടുകളുടെ ലോകത്ത് ജീവിക്കാനാണ് അവൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ആത്മസംഘർഷങ്ങളുടെയും നൊമ്പരങ്ങളുടെയും തീരാക്കയങ്ങളിൽ അവളുടെ വേദന വിലയം പ്രാപിക്കുന്നു. പരിഗണന ആഗ്രഹിക്കുന്ന ഫിസയ്ക്ക് ഭർത്താവിൽ നിന്നും ഭർത്തൃ വീട്ടുകാരിൽ നിന്നും അവഗണന മാത്രമാണ് ലഭിക്കുന്നത്. ഫിസ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്, ഭർത്താവിന് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, തൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഭർത്താവിൽ നിന്നോ ആ ഭർത്തൃ കുടുംബത്തിൽ നിന്നോ ആ മാതാവിൽ നിന്നോ അവൾക്ക് അവഗണനയും അവഹേളനവും മാത്രമാണ് ലഭിക്കുന്നത്. അങ്ങനെ മാനസികമായി അവളെ തകർക്കുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് അവൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു കലാകാരിയുടെ അന്തർലീനമായ ഭാവങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവരുടെ ലോകത്ത് ഒറ്റപ്പെട്ടു പോയ ഫിസ എന്ന ചിത്രകാരിയുടെ
ആത്മസംഘർഷങ്ങളും നൊമ്പരങ്ങളുമാണ് ചിത്രകാരി എന്ന കഥയിലൂടെ E.K. ഷാഹിന വളരെ ഹൃദയാവർജകമായി അവതരിപ്പിക്കുന്നത്. കൂട്ടത്തിൽ കൂടാൻ എന്താണ് ഓൾക്കൊരിത്, മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ ആളുകൂടുമ്പോൾ ഒരു വരിയും കുറിയും. ഈ വരികളിലൂടെ നമ്മൾ എന്താ കാണുന്നത്? ആ കലാകാരിക്ക് ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന അവഗണനയാണ്. ഈ മേൽപ്പറഞ്ഞത് ഫിസയെക്കുറിച്ച് ഭർത്തൃമാതാവിൻ്റെ അഭിപ്രായ പ്രകടനമാണ്. മാത്രമല്ല, സ്ത്രീകളോടുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടും കലാസ്വാദനത്തോടുള്ള വിയോജിപ്പും മരുമകളെ സ്വന്തം മകളായി അംഗീകരിക്കാനുള്ള അവരുടെ താല്പര്യമില്ലായ്മയും അവളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള ഇഷ്ടക്കേടും എല്ലാം തന്നെ ഇവിടെ തെളിഞ്ഞു കാണാം. സ്ത്രീകൾക്ക് കലാപ്രവർത്തനം അത്ര യോജിച്ചതല്ല എന്ന മനോഭാവം ഉൾക്കൊള്ളുന്ന ഭർത്താവിൻ്റെയും ഇടയിലാണ് അവൾ എത്തിച്ചേരുന്നത്. ഫിസയുടെ കല്യാണം ഉറപ്പിക്കുമ്പോഴും അവൾ പറഞ്ഞിരുന്നു, ഞാൻ വരയ്ക്കുക വിവാഹശേഷവും തനിക്ക് വരയ്ക്കാൻ താല്പര്യമുണ്ട്, അവൾ വരച്ചോട്ടെ എന്നുള്ളതായിരുന്നു അന്ന് ഉണ്ടായ തീരുമാനം. അതിനെന്താണ് പ്രശ്നം എന്നായിരുന്നു ഭർതൃപിതാവിൻ്റെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ. അവൾ നന്നായി വരയ്ക്കുമായിരുന്നു, അവൾക്ക് തന്നെയായിരുന്നു എന്നും 1-ാം സ്ഥാനം. ആ വർഷം ചിത്രപ്രതിഭയുമായി ഒരുപാട് പേര് അവളെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ ഫിസയെ കഥയിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഥാകാരി കൊടുക്കുന്ന വാക്കുകളാണ്. ഇത്തരം വാക്കുകളിലൂടെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മനോഭാവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിവാഹത്തോടെ ഒരു സ്ത്രീയുടെ തൻ്റെ അഭിരുചികളെല്ലാം ഉപേക്ഷിച്ച് വീടിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കഴിയണം, അടുക്കളക്കാരി ആവണം എന്നൊക്കെയുള്ള കാഴ്ചപ്പാടാണ്. അതേസമയം കലാകാരികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു സമൂഹവും മറുവശത്തുണ്ട് എന്നുള്ള കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. അതായത് ഫിസയെ പോലെ തന്നെ അംഗീകാരവും പരിഗണനയുമാണ് ഓരോ കലാകാരനും ആഗ്രഹിക്കുന്നത്. പലപ്പോഴും അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. സമൂഹത്തിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള അവഗണന അവർ പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ തൻ്റെ ആത്മസംഘർഷങ്ങളുടെ ആത്മനൊമ്പരങ്ങളെല്ലാം അടക്കി വെച്ച് ഫിസ എന്ന ചിത്രകാരിയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പരിചയപ്പെടുന്നത്. പാഠഭാഗത്ത് വരുന്ന ആദ്യ ചോദ്യത്തിലേക്ക് ശ്രദ്ധിക്കാം. കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആനന്ദാനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ചർച്ച ചെയ്യുക. വരയ്ക്കാനുള്ള കഴിവ് ജന്മസിദ്ധമായി ലഭിച്ച കലാകാരിയാണ് ഫിസ. വരയിലും എഴുത്തിലും അവൾ ആനന്ദം കണ്ടെത്തിയിരുന്നു. വിവാഹിതയായതോടെ അവളുടെ സർഗാത്മകതയ്ക്ക് എന്തു വന്നു? അവിടെ കടിഞ്ഞാണിടേണ്ടി വന്നു. പെണ്ണ് എന്നാൽ അടുക്കളയിൽ ജോലി ചെയ്ത് ഭർത്താവിനെയും കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വീടിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒതുങ്ങി ജീവിക്കേണ്ടവളാണെന്ന ധാരണ ഉള്ള ഒരു കുടുംബത്തിലേക്കാണ് അവൾ ചെന്നുപെട്ടത്. ആ വീട്ടിലെ അവൾക്ക് ഏകാഗ്രതയോടെ തൻ്റെ കലാസൃഷ്ടിയിൽ പലപ്പോഴും മുഴുകാൻ സാധിച്ചില്ല. അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ആണ്ടുനോക്കി. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായ ഒരു കരച്ചിലിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. കഥാന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണെന്ന് നിരീക്ഷണങ്ങളിലൂടെ അവതരിപ്പിക്കുക. ദൈവം തൊട്ട കൈവിരൽ എന്ന് വിശേഷിപ്പിച്ചത് ഫിസയുടെ വിരലുകളെയാണ്. എന്നാൽ ഭർത്താവായ ഹാഫിസിനെ അവളിലെ കഥാകാരിയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവളുടെ വരയെയും എഴുത്തുകളെയും അയാളെ വല്ലാതെ അലോസരപ്പെടുത്തിയിരുന്നു. അതായത് അവളെപ്പോഴും ചിത്രരചനയിൽ മുഴുകുന്നതോ എഴുത്തും കുത്തുമായിരിക്കുന്നതൊന്നും അയാൾക്ക് അത്ര രസിച്ചിരുന്നില്ല. വിവാഹശേഷം ചിത്രരചന തുടരുമെന്ന് വിവാഹ ആലോചന തുടങ്ങുന്ന സമയത്ത് തന്നെ അവൾ പറഞ്ഞിരുന്നു. ഭർത്താവിൻ്റെ അച്ഛൻ അതിനെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ വിവാഹശേഷം അവളുടെ സർഗാത്മകതയെ തടസ്സപ്പെടുത്താനാണ് പലരും ശ്രമിക്കുന്നത്. വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ചിത്രരചനയിൽ ഏർപ്പെടുന്നു എന്നുള്ളതായിരുന്നു അവളെക്കുറിച്ച് മറ്റുള്ളവരുടെ പരാതി. ഫിസയുടെ കയ്യിൽ നിന്ന് ബ്രഷ് തട്ടിത്തെറിപ്പിക്കുന്നതാണ് കഥാവസാനം നാം കാണുന്നത്. അപൂർണമായ ഒരു മഞ്ഞ കലർന്ന ഒരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ചായങ്ങൾ എന്ന കഥാന്ത്യം അവൾക്ക് അവളുടെ കലാജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതിൻ്റെ സൂചനയാണ്. നിശബ്ദമായ കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി എന്ന പ്രയോഗത്തിൽ കുടുംബജീവിതത്തിലെ കെട്ടുപാടുകളിൽ അകപ്പെട്ട് സർഗാത്മകമായ കഴിവുകൾ വേദനയോടെ ഉപേക്ഷിക്കേണ്ടി വരുന്ന പെൺകുട്ടികളുടെ ജീവിതമാണ് കാണാൻ കഴിയുന്നത്. കലാകാരന്മാർ അനുഗ്രഹീതരാണ്. താൻ ജീവിക്കുന്ന പരിസരങ്ങളിലൊക്കെ മാതൃകാപരമായിട്ടുള്ളൊരു കലാബോധം നിലനിർത്താൻ അവർ ശ്രമിക്കാറുണ്ട്. കുടുംബത്തോട് സ്നേഹം നിലനിർത്തുമ്പോൾ പോലും തനിക്ക് നേരിടേണ്ടി വരുന്ന പ്രതികൂലമായ അവസ്ഥയെ മറികടക്കാൻ ഫിസയ്ക്ക് കഴിയുന്നില്ല. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചതോടെ ഒരു കലാകാരിയുടെ ജീവിതം വലിയൊരു
ഒരു മലക്കമറിച്ചിൽ അല്ലെങ്കിൽ വലിയൊരു മാറ്റത്തിന് വിധേയമാക്കപ്പെട്ടു എന്നതാണ് കഥാകാരി ഈ കഥയിലൂടെ ആവിഷ്കരിക്കുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെ മറന്നു പോയിരിക്കും. വരയ്ക്കാതെ എന്ന പ്രയോഗം ആവർത്തിക്കുന്നത് കൊണ്ട് വാക്യത്തിന് ആശയപരമായി എന്തെങ്കിലും പ്രയോഗ ഭംഗി ലഭിക്കുന്നുണ്ടോ? വിവരിക്കുക. വര എന്നാൽ ഫിസയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഏറെക്കാലമായി വരയ്ക്കാൻ സാധിക്കാതെ വരുമെന്ന്, അതായത് മറന്നു പോകുമെന്ന സാഹചര്യം ഈ വരയ്ക്കാതെ എന്ന ആവർത്തനത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് വരയ്ക്കാതെ ഇരുന്നാൽ, നമ്മൾ എന്ത് കാര്യവും നമുക്ക് അറിയുന്നത് ചെയ്യാതെ ഇരുന്നാൽ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകില്ലേ? അതേപോലെ അവൾ വരയ്ക്കാതെ ഇരുന്നാൽ ചിത്രരചനയോടുകൂടെ അവളുടെ താല്പര്യം കുറയും, അവൾ പിന്നെ വരയ്ക്കില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ്, ഗൂഢമായൊരു ചിന്താഗതിയാണ് ഹാഫിസിന് ഇത്തരത്തിൽ മനസ്സിലേക്ക് കടന്നു കയറാൻ കാരണം. അതായത് കുറേ കാലം വരയ്ക്കാതിരുന്ന ചിത്രരചന നിർത്തും എന്ന കാഴ്ചപ്പാട് ഹാഫിസിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്ന ഒരു അമർഷമാണ്. അത് ഒരു വൈകാരിക തീവ്രതയോടെ അവതരിപ്പിക്കാനാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. വരയ്ക്കാൻ ആകാതെ വരിക എന്നത് വിഷമുണ്ടാക്കുന്ന കാര്യമാണ് ആരെ സംബന്ധിച്ചിടത്തോളം? ഫിസയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടെ വരയ്ക്കാതെ ഇരുന്നാൽ ഇനി വരയ്ക്കില്ല, തൻ്റെ ജീവിതം രക്ഷപ്പെട്ടു, ഫിസ ചിത്രരചനയിൽ നിന്ന് പിൻവാങ്ങും എന്ന ഹാഫിസിൻ്റെ മനസ്സിന് സന്തോഷമുളവാക്കുന്നു. ചിത്രരചനയോടുള്ള അയാളുടെ അമർഷം എത്രത്തോളം ശക്തമാണ്, വരയ്ക്കാതെ അത് മറന്നുപോയാൽ നന്നായിരുന്നു എന്നുള്ള ഒരു അമർഷവും കൂടി അതിൽ പ്രകടമാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ ധ്വനിപ്പിക്കാനായിട്ട് ഈ വാക്കുകളിലൂടെ കഥാകാരിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ കല്യാണം ഉറപ്പിക്കാൻ പോവാ എന്ന് പറയുമ്പോഴും അവൾ പറയും വര നിർത്തൂല. മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അതായത് വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതിയെ കുടഞ്ഞ് അവൾ 2-3 കാര്യങ്ങളെ ചേർത്ത് വെച്ചിട്ടാണ് കഥാപാത്ര നിരൂപണം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഷാഹിന ഇക്കയുടെ ചിത്രകാരി എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ഫിസ. ദൈവം തൊട്ട കൈവിരലുകളുള്ള ചിത്രകാരി എന്ന മറ്റുള്ളവർ വിശേഷിപ്പിക്കപ്പെടുന്ന കലാകാരിയാണ് അവൾ. എഴുത്തിലും വരയിലും ആനന്ദം കണ്ടെത്തിയിരുന്ന ഫിസ എന്ന തൻ്റേതായ ലോകത്തിൽ ഒതുങ്ങിക്കൂടുന്ന ആ ചെറിയ കലാകാരി. വിവാഹശേഷം ചിത്രരചന തുടരാൻ അവൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി പെൺകുട്ടികൾ അടുക്കളപ്പണി മാത്രം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന ചിന്താഗതിയുള്ള കുടുംബത്തിലേക്ക് അവൾ എത്തിപ്പെടുന്നു. കച്ചവടക്കാരനായ ഭർത്താവിന് ആകട്ടെ അവളുടെ എഴുത്തും വായനയും വരെയൊന്നും സന്തോഷമുളവാക്കിയില്ല, മാത്രമല്ല അത് അലോസരപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഒരുപക്ഷെ അവളുടെ അസൂയപ്പെടുത്തുന്ന കഴിവുകൾ അയാളിൽ അപകർഷതാബോധം നിറച്ചിട്ടുണ്ടാവാം. അതായിരിക്കാം ഇത്തരത്തിൽ ഒരു നിരുത്സാഹം അയാളിൽ നിന്ന് ഫിസയ്ക്ക് നേരിടേണ്ടി വന്നത്. അങ്ങനെ അവളുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അവിടെ തടയിടാൻ ഒരുപാട് പേര് അവർക്ക് കുടുംബത്തിൽ തന്നെ ഉണ്ടായി വരുന്നു. ഭർത്താവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ കുറ്റപ്പെടുത്തലും അവഹേളനവും ഒക്കെ തന്നെ അവളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ മൗനത്തിലൂടെയാണ് അവൾ എല്ലാറ്റിനെയും പ്രതിരോധിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അവളുടെ ഭർത്തൃമാതാവ് വീട്ടിലെ പണികളെക്കുറിച്ചും പെൺകുട്ടികളുടെ കടമകളെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പണിയൊക്കെ തീർത്തിട്ടാണ് താൻ ചിത്രം വരയ്ക്കുന്നതെന്നായിരുന്നു അപ്പോഴൊക്കെ ഫിസ അമ്മയോട് പറഞ്ഞിരുന്നത്. അമ്മയുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് നിറകണ്ണുകളോടെ ഭർത്താവിനെ നോക്കും അവൾ. പക്ഷേ അയാൾ അവളെ തീർത്തും അവഗണിക്കുകയാണ് ചെയ്തത്. അവളുടെ ചിത്രങ്ങൾ കാണാനും വിവരങ്ങൾ അന്വേഷിക്കാനും ആളുകൾ വന്നും പോകുന്നത് ഹാഫിസിൻ്റെ കുടുംബത്തിന് അത്ര ഇഷ്ടമായിരുന്നില്ല. അതവരെ അസ്വസ്ഥപ്പെടുത്തുകയോ അലോസരപ്പെടുത്തുകയോ ഈർഷ്യ ഉളവാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചിത്രരചന നടത്താനുള്ള അവളുടെ ആഗ്രഹത്തിന് അയാൾ തടസ്സം നിൽക്കുകയാണ്. ഈ കഥയുടെ അവസാനം ഹാഫിസ് എന്താ ചെയ്യുന്നത്? ഫിസയുടെ കയ്യിൽ നിന്ന് ബ്രഷ് തെറിപ്പിക്കുകയാണ്. തൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ആ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയാനാവാതെ നിശബ്ദയായി അവൾ കരയുകയാണ് ചെയ്യുന്നത്. അവൾ പ്രതികരിക്കുന്നില്ല. അങ്ങനെ ചിത്രകലയും കലാകാരന്മാരുടെയും മാനസികാവസ്ഥയും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കുടുംബത്തിൽ വിവാഹിതയായി കടന്നു ചെന്ന ഫിസ അവൾ അനുഭവിക്കുന്ന വീർപ്പുമുട്ടലുകൾ, നിസ്സഹായത, അവഹേളനം, അങ്ങനെ അവൾക്കുണ്ടാകുന്ന മാനസികമായ അന്തർസംഘർഷങ്ങളെല്ലാം നമുക്ക് ഈ കഥയിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. സർഗാത്മകത നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ, അതിനെ പ്രതിരോധിക്കാനുള്ള കരുത്ത് അവൾ ആർജിക്കേണ്ടതാണ് എന്നുള്ള കാര്യവും നമ്മൾ ഈ കഥയിലൂടെ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. കല്യാണം ഉറപ്പിക്കാനായി വരുന്ന ഭർത്തൃപിതാവിനോട് താൻ വര നിർത്തില്ല എന്ന കാര്യം അവൾ സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലേക്ക് പ്രശസ്തി നേടാൻ സാധ്യതയുള്ള സ്ത്രീകളാണ്
അവർ നൂറ്റാണ്ടുകളായി നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ഇതേപോലുള്ള ഒരു തിരസ്കരണം. കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്നവരിൽ നിന്നോ ഒക്കെയുള്ള ആ തിരസ്കരണമാണ് അവരുടെ വിജയത്തിന് എന്താണ് തടയിടുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉയർച്ചയിലേക്കുള്ള ആ പാതയിൽ അവർക്ക് തടസ്സം സൃഷ്ടിക്കുന്നത് എന്ന കാര്യം നാം ഈ തരുണത്തിൽ ഓർക്കേണ്ടതാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ചിത്രകാരിയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് പരിശോധിക്കുക. വളയിട്ട വലത് കൈയിലെ ചൂണ്ടുവിരൽ ബ്രഷായി മാറിയ ചിത്രം ദൈവം തൊട്ട കൈവിരലുകൾ ഉള്ള അനുഗ്രഹീതമായ ഒരു ചിത്രകാരിയുടെ സ്വത്വമാണ് ഈ കഥയിലൂടെ വെളിപ്പെടുത്തുന്നത്. ഫിസയുടെ സങ്കല്പത്തിലുള്ള ചെറിയൊരു വീടാണ്, മനോഹരമായ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീടാണ് അവളുടെ സ്വപ്നം. അതാണ് ആ കലാകാരിയുടെ ലോകം. ആ ക്യാൻവാസിനൊപ്പം തന്നെ ചിത്രകാരിയും ഒട്ടി നിൽക്കുകയാണ്, ചേർന്ന് നിൽക്കുകയാണ്. അതുമാത്രമല്ല, അവളുടെ ചിത്രത്തിൽ എന്താണ്? കാടൊരു ഹൃദയമായി മാറുന്ന ചിത്രം. കാടിനെ വരയ്ക്കാൻ അവൾ ആഗ്രഹിക്കുകയും കാടിനെ സ്നേഹിക്കുകയും കാടിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്ന ഫിസയാണ് നമ്മളിതിൽ കാണുന്നത്. കാടിൻ്റെ ഹൃദയത്തിനുള്ളിലാണ് അവൾ നിൽക്കുന്നത്. കാടും അവൾ ഒന്നാകാൻ ശ്രമിക്കുമ്പോൾ അവിടെ പൂമ്പാറ്റകളും തുമ്പികളൊക്കെ പറന്നുയരുന്ന മനോഹരമായൊരു കാഴ്ച. എന്നാൽ ആ ചിത്രത്തിൽ നിന്ന് ചായമൊലിച്ചിറങ്ങുന്നത് അവളുടെ നിസ്സഹായതയെ സൂചിപ്പിക്കുകയാണ്. ചിത്രരചന മുന്നോട്ട് കൊണ്ടുപോകാനാവാത്തതിലുള്ള ഫിസയുടെ ദുഃഖമാണ് ചായം ഒലിച്ചിറങ്ങുന്ന ഹൃദയം കൊണ്ട് സൂചിപ്പിക്കുന്നത്. കഥയുടെ പ്രമേയവും ഭാവതലവും എല്ലാം ഒത്തുചേർന്നിരിക്കുന്ന, അല്ലെങ്കിൽ ആ കഥാകാരിയുടെ മനസ്സിനെ നമുക്ക് വായിച്ചെടുക്കാൻ പാകത്തിലുള്ള ചിത്രങ്ങളാണ് അവൾ കോറിയിടുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്ന ഒരു ചുവപ്പ് പൂവ്. ഈ വാക്ക് ഫിസയുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ പറയുന്നത് എന്താണ്? നരച്ച പച്ച സുഖകരമല്ലാത്ത ജീവിതാവസ്ഥയെ കുറിക്കുന്നു എന്നതാണ്. മഞ്ഞ എന്നത് പ്രതീക്ഷയുടേതാണ്. പ്രതിസന്ധികൾക്കിടയിലും മനോഹരമായ സുന്ദരമായ ഒരു ജീവിതം അവൾ കാണുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. ചുവപ്പ് അവളുടെ ആത്മവിശ്വാസത്തിൻ്റെയും കരുത്തിൻ്റെയും അടയാളമാണ്. അങ്ങനെ ചുരുക്കത്തിൽ ഈ കഥ എന്നുള്ളത്, ഈ ഫിസ എന്നുള്ള കഥാകാരിയെ മനസ്സിലാക്കുക എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ കലാകാരന്മാർക്ക് നേരിടേണ്ടി വരുന്ന ആ തിരസ്കരണം, അവഹേളനം, അല്ലെങ്കിൽ അവരുടെ പ്രശസ്തിയിലേക്ക് ഉള്ള പ്രയാണത്തിൽ അവർക്ക് വിഘാതം സൃഷ്ടിക്കുന്ന കൂടെയുള്ളവർ, ഒപ്പമുള്ളവർ, ഇതൊക്കെ നമുക്ക് വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് പകർന്നു തരാനായിട്ട് ഷാഹിന ഇ കെ എന്ന കഥാകാരിക്ക് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു കഥയാണ് ചിത്രകാരി. ഫിസയും നമ്മുടെ മനസ്സിലെ ഒരു മായാത്തൊരു ഓർമ്മയായിട്ട് നിലനിൽക്കും എന്നതാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ മനസ്സിലും ഫിസ ഒരു നിറഞ്ഞ ചിത്രം തന്നെയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാഠഭാഗം ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.